ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ ആരാധനാ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാ മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദുരന്ത മുഖത്തെ അഭിമുഖീകരിക്കാനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലുടനീളം നീ തന്നെ അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടി നിബന്ധനകൾ കൂടുതൽ തീക്ഷ്ണതയോടെ വിശ്വസ്തയോടെ ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് ആഴമായ ബോധ്യങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 21-ാം തിരുവചനമനുസരിച്ച് ദൈവ തിരുസന്നിധിയിൽ കൂടുതൽ സമ്പന്നരാകുവാൻ ഈശോയെ ഞങ്ങളുടെ ഓരോ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും ക്രമപ്പെടുത്തണമേ എന്ന് പ്രത്യേകമായിട്ട് ഈ ആരാധനയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിത്യത ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ ഈ ഭൂമിയിലായിരിക്കുന്ന ഹ്രസ്വമായ ഒരു ജീവിത കാലഘട്ടത്തിൽ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും വിവിധങ്ങളായ ജീവിത സാഹചര്യങ്ങളെയും അവർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജീവിത പ്രതിസന്ധികളെയും പ്രത്യേകമായിട്ട് നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഈശോയെ നിന്റെ നാമം വഹിക്കുന്ന വ്യക്തികളാക്കി അവരെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈശോയെ നിനക്ക് സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാനുള്ള അധിക കൃപ ആ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2020 മുതൽ ഓൺലൈനായി ഉടമ്പടി എടുക്കുന്നവരെയും വിവിധങ്ങളായി സമയങ്ങളിൽ ഈ ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും അവർ ഡെയിലി ഇവിടെ ശുശ്രൂഷയിലൂടെ അനുദിനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈശോയെ ഈ കൃപാസനം എന്ന പുണ്യ സങ്കേതത്തിൽ നിന്ന് ദൈവം അരുൾ ചെയ്യുന്ന വാക്കുകൾ ശ്രവിക്കുന്ന ഓരോ മക്കളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഒന്ന് ചേർന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നാളിതുവരെ ഞങ്ങൾക്ക് തന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും സാക്ഷ്യങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയനോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ, ആത്മാവാൽ വഴി നടത്തണമേ, സാക്ഷികളാക്കി ഉയർത്തണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങൾ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛന്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൃപാസനത്തിന് വിവിധ ശുശ്രൂഷ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിർമ്മാണ പ്രവർത്തനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യമായി തന്നെ പരിശുദ്ധ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ അമ്മ മാതാവും യേശു അപ്പനും അനുഗ്രഹിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. അതിനായി അപ്പനോടും അമ്മയോടും ഒരുപാട് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഭദ്ര, ഇതെൻ്റെ അമ്മ. ഞങ്ങൾ വരുന്നത് വെഞ്ഞാറമൂട് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. 27 ജൂലൈയിലാണ്, കഴിഞ്ഞ ജൂലൈയിലാണ് ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. +2 കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്ന അതീവമായ ആഗ്രഹമായിരുന്നു. കാരണം മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള അത് നമ്മുടെ കുടുംബത്തിലില്ല. ഉടമ്പടി എടുത്തു, നിയോഗം വെച്ചു. നിയോഗത്തിൽ ജർമ്മൻ ലാംഗ്വേജ് തന്നെയായിരുന്നു. ഇപ്പോഴും ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ്. അമ്മയോടും അപ്പനോടും അതീവമായി പ്രാർത്ഥിച്ചു. ജർമ്മൻ ലാംഗ്വേജ് തിരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. കാരണം 1 വർഷത്തെ കോഴ്സാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയിൽ പോയി ഹൗസ് ബിൽഡിംഗ് എന്ന ഒരു കോഴ്സ് ഉണ്ട്. അത് സ്റ്റൈഫൻഡോട് കൂടെയാണ് പഠിക്കുന്നത്. അവിടെ ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫീസ് അങ്ങോട്ട് കൊടുക്കേണ്ട, അവർ സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് തന്നാണ് നമ്മുടെ പഠിപ്പിക്കുന്നത്. അത് കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്നെപ്പോലെ പഠിക്കാൻ കഴിയാത്ത കുറേ കുട്ടികളുണ്ട്, അവരെയൊക്കെ സഹായിക്കണം. പിന്നെ വീട്ടിൽ കടബാധ്യതകളുണ്ട്, ഇതെല്ലാം മാറ്റണം. നമുക്ക് ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം ഒന്നും അറിഞ്ഞൂടാ. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം ഒന്നും അറിഞ്ഞൂടാ. ഉടമ്പടി എടുത്തു, അത്രയേ ഉള്ളൂ. ബൈബിള് വായിക്കണം, എല്ലാം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണം, എല്ലാം. എന്നിട്ട് അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ എല്ലാ കാര്യവും പറഞ്ഞു തന്നു. അതുപോലെ ഞങ്ങൾ ചെയ്തു. കുറേ പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട്, മെയിനായിട്ട് നാട്ടുകാരുടെ ഇടയിൽ നിന്ന്. +2 കഴിഞ്ഞ് 1 വർഷം പോലും ആയിട്ടില്ല. +2 കഴിഞ്ഞ് എന്താ വീട്ടിൽ നിൽക്കുന്നേ, തോറ്റോ, കൂട്ടുകാരുടെ കളിയാക്കൽ, തോറ്റോ. ഇത് തന്നെ മെയിൻ. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്ഥലത്തിന് നിയോഗം വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എനിക്ക് പാസ്സാക്കി കിട്ടുമ്പോൾ ഞാൻ പഠിക്കാൻ പോവും. അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തു. വയ്യായിരുന്നു, പനി, ശ്വാസം മുട്ടുമായിരുന്നു. പകുതിയിലൊക്കെ വെച്ച് അർത്തുങ്കൽ പള്ളിയിലേക്ക് ആംബുലൻസിൽ കയറി പോകാം എന്നൊക്കെ വിചാരിച്ചു. എന്നിട്ടും പോയില്ല. കുറേ നേരം റെസ്റ്റ് എടുത്ത് കംപ്ലീറ്റ് ആക്കി. അപ്പോഴ് സിന്ധു ആൻറ്റിയുടെ ഒരു ഫ്രണ്ട് വഴി, സിന്ധു ആൻറ്റിയുടെ ഒരു ഫ്രണ്ടിൻ്റെ മകള് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഒരു സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞു. ട്രിവാൻഡ്രത്ത് നോർക്ക എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ഫീസ് വളരെ കുറവാണ്. അവിടെ BPL കാർഡുകാർക്ക് A1 തൊട്ട് B2 വരെ പഠിക്കാൻ ഫീസ് കൊടുക്കണ്ട. ജപമാല റാലി കഴിഞ്ഞ് വന്ന് 2-3 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും എനിക്ക് ലാംഗ്വേജ് പഠിക്കാനുള്ളതെല്ലാം ആയി. അങ്ങനെ സിന്ധു ആൻറ്റി അവിടെ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തു. അപ്പോഴേക്കും ആൻറ്റി പറഞ്ഞു, രജിസ്റ്റർ ചെയ്തത് പോരാ, അവിടെ പോയി പ്രാർത്ഥിക്കണം, ഉപ്പിട്ട് പ്രാർത്ഥിക്കണം. രജിസ്റ്റർ ചെയ്ത സമയത്ത് അവർ വിളിച്ചിട്ട് പറഞ്ഞു 2 മാസം ലേറ്റാവും, 2 മാസം കഴിഞ്ഞ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, 2 മാസം കഴിഞ്ഞേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. നമ്മളവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം രാവിലെ അമ്മയ്ക്ക് കോള് വരുന്നു. നോർക്കയിൽ നിന്നാണ്, നാളെ തൊട്ട് ക്ലാസ് തുടങ്ങാണ്, മകൾക്ക് വരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഉച്ചക്കത്തെ ബാച്ചാണെന്നും പറഞ്ഞു.
അപ്പോൾ ഉച്ചക്കത്തെ ബാച്ചെന്ന് കേട്ടപ്പോൾ അമ്മയ്ക്ക് ട്രാവൽ ചെയ്ത് വീടെത്തുമ്പോൾ 7-7:30 സംതിങ് ആവും. അപ്പോൾ അമ്മ ഞാനങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മയ്ക്കൊരു വിഷമമായി. അങ്ങനെ ഉടനെ ആൻറ്റിയോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഒരിക്കലും അങ്ങനെ പറയരുത്. അമ്മ മാതാവും യേശുവും തന്ന അനുഗ്രഹം ഒരിക്കലും നിരസിക്കരുത്. പോയി പഠിക്കണം, ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അഡ്മിഷൻ എടുക്കാൻ ക്ലാസ്സിന് പോയി. അപ്പോൾ അടുത്തത് ഫോൺ, ഞാൻ അമ്മയുടെ ഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഓൺലൈനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പോൾ ഫോൺ എന്തായാലും വേണം, ഫോണില്ലാതെ ഈ കോഴ്സ് പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ അമ്മ മാതാവ് എല്ലാത്തിനും ഒരാളെ നിയോഗത്തിൽ വെച്ച് തരും. നമ്മൾ ഒന്നിനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിന്നാൽ മതി, ബാക്കിയെല്ലാം അമ്മ മാതാവ് ഓരോരുത്തരെയായിട്ട് നിയോഗിച്ച് തരും. ഫോണില്ലാത്തത് എൻ്റെ അപ്പ എനിക്ക് വാങ്ങിച്ചു തന്നു, EMI ഇട്ട്. അപ്പ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ സിസ്റ്റർ സന്ധ്യ എന്ന പേര്. അത് അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഫോൺ കിട്ടുന്നു. ക്ലാസ്സിന് 2 മാസം ലേറ്റാവുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ പിറ്റേ ദിവസം വിളിച്ച് പറയുന്നു ക്ലാസ് നാളെ തൊട്ട് സ്റ്റാർട്ടായി. ഒരു ദിവസം പോയി അന്ന് തന്നെ ഫോൺ കിട്ടുന്നു. എല്ലാം ശരിയായി. പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് ഇടയ്ക്ക് വെച്ച് ആരും അറിഞ്ഞില്ല 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. മെഴുകുതിരി ഉരുകി തീരുമ്പോൾ അമ്മ ഒരാഴ്ച കഴിഞ്ഞ് അമ്മ എന്നോട് ചോദിച്ചു, ഇതെന്തിങ്ങനെ മെഴുകുതിരി തീർന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. 3 മണിയുടെ ശക്തി ഞാൻ അന്ന് അറിഞ്ഞത്. പിന്നെ എനിക്ക് ഞാനിന്നിവിടെ നിൽക്കുന്നു, ഇപ്പോൾ ഞാൻ ആ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നു. എൻ്റെ മാത്രം കഴിവല്ല, അമ്മ മാതാവിൻ്റെയും യേശുവിൻ്റെയും അനുഗ്രഹവും. അമ്മ മാതാവും യേശുവും ഞങ്ങൾക്ക് വേണ്ടി കുറേ ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരെല്ലാവരുടെയും പ്രാർത്ഥന കാരണമാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോകുന്നത്. A1 ഇപ്പോൾ ഞാൻ 2 ആഴ്ചയായി. എനിക്ക് ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ വന്ന് സാക്ഷ്യം പറയാൻ ആഗ്രഹിച്ചതോ, പക്ഷേ അവർ പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ക്ലാസ്സിന് കയറിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് ഇത്രയും ലേറ്റായത്. ഇപ്പം 2 ആഴ്ചയായിട്ട് ഞാൻ A1 നന്നായി പഠിക്കുന്നു. എന്നെ എല്ലാവരുടെയും പരിഹാസത്തിന് മുമ്പിലും കളിയാക്കലിന് മുമ്പിലും നിന്ന് രക്ഷിച്ച എൻ്റെ അമ്മ മാതാവിനും യേശുവപ്പയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. അമ്മയ്ക്ക് കാലിൽ വെരിക്കോസിൻ്റെ സാക്ഷ്യം ഉണ്ടെന്ന് അമ്മ പറയും. എൻ്റെ ഈശോപ്പയ്ക്കും മാതാവിനും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ വർഷങ്ങളായിട്ട് 10-20 വർഷമായിട്ട് എൻ്റെ കാലിൽ വെരിക്കോസ് അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് 1 മാസം ജോലിക്ക് പോയാൽ പിന്നെ 2 മാസം എനിക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഞരമ്പ് പൊട്ടി പഴുത്ത് വലിയ വ്രണമാവുമായിരുന്നു. അതും വെച്ച് കെട്ടി ആ അവസ്ഥയിലൊക്കെ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്, നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. പിന്നെ ലാസ്റ്റ് ഘട്ടം ഒരു വർഷം ഏതാണ്ട് ആവാൻ പോകുന്ന ആ അവസ്ഥയിൽ ഞാൻ അതുപോലെ ഇത് പൊട്ടിയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ കിടന്നു. ആശുപത്രിയിൽ പോലും പോകത്തില്ല എന്ന് കരുതി ഞാൻ കിടന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ തേച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞാനിങ്ങനെ കിടക്കുക, 4 മണിക്ക് ഇങ്ങനെ കിടക്കുക. അപ്പോഴത്തേക്ക് കോളിംഗ് ബെല്ലിൽ ഒരു ശബ്ദം കേട്ട് ഞാനിങ്ങനെ കണ്ണ് തുറക്കാതെ ഞാനിങ്ങനെ അകത്ത് കാണുവാണ്. അമ്മ വന്ന് ബെല്ലടിക്കുന്നു. 2 പ്രാവശ്യം ബെല്ലടിച്ചു. ഞാനത് കണ്ടതാണ്. പിറ്റേന്ന് അതുപോലെ ഞാനങ്ങനെ ഒന്ന് മയങ്ങിയപ്പം എൻ്റെ കാല് തറയിൽ ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്, നടക്കാനൊന്നും പറ്റത്തില്ല. കാല് പിടിച്ചൊരൊറ്റ വലി, എൻ്റെ കാല് ഞാനങ്ങ് എക്കിത്തെറിച്ച് എനിക്ക് മനസ്സിലായി അമ്മ വന്ന് എൻ്റെ കാലിൽ പിടിച്ചതാണെന്ന്. ഞാൻ അന്നൊരു ഭയങ്കര മഴയായിരുന്നു, എൻ്റെ മക്കൾ വീട്ടിലില്ലായിരുന്നു. ഞാൻ ഉറക്ക കരഞ്ഞ്, ആ മഴയത്ത് ആരും കേൾക്കാതെ ഞാൻ ഉറക്ക നിലവിളിച്ച് എൻ്റെ അപ്പൻ്റെ അടുത്ത് പറഞ്ഞു, സ്വർഗം തുറന്ന് നീ ഇറങ്ങി വന്നേ പറ്റൂ, എനിക്ക് ജീവിക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല, എൻ്റെ കൊച്ചുങ്ങളെ വളർത്താൻ വേറെ വരുമാനമില്ല, ഒന്നുമില്ല, ഞാൻ ഇറങ്ങിപ്പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച്. അപ്പം അന്ന് വൈകുന്നേരം ഈ കൊച്ചിനെ എന്നെ കസേരയിലിട്ട് ഉരുട്ടി കൊണ്ടുവന്ന് ബാത്റൂമിൽ വരെ. അങ്ങനെ അന്ന് വൈകുന്നേരത്ത് ഞാൻ കാല് തറയിൽ ചവിട്ടിയപ്പം എനിക്ക് കാലിന് വേദനയില്ല. ഞാൻ തന്നെത്താൻ നടന്ന് എൻ്റെ ബാത്റൂമിൽ പോയി. എൻ്റെ മോളും എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ ഒറ്റയ്ക്ക് പോയാന്ന് ചോദിച്ചു. അന്ന് പിറ്റേ ദിവസമായി ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കാലിലെ മുറിവ്, ആ ചതഭാഗം
നിങ്ങൾക്കറിയാം വെരിക്കോസ് വന്നാൽ കാലിങ്ങനെ ഇരിക്കുമെന്ന്. ആ ഭാഗങ്ങളൊന്നും കാണാനില്ല, പാട കൊണ്ട് മൂടി. ആ ഒരു പാടം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. 15 ദിവസം പോലും ഞാൻ മുറിവായിട്ട് കിടന്നില്ല. ഞാൻ പിറ്റേന്ന് തൊട്ട് ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. പിന്നെ ഇന്ന് വരെ എൻ്റെ കാലിലും മുറിവ് വന്നിട്ടില്ല. എൻ്റെ ഈശോയും മാതാവ് എന്നെ രക്ഷിച്ച ജീവിതത്തിൽ ഇവിടെ എത്തിച്ചു. എൻ്റെ സാക്ഷ്യം ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു വന്ന്, പക്ഷേ ഒറ്റ സാക്ഷ്യം ആയതുകൊണ്ട് അന്ന് പറയാൻ പറ്റിയില്ല. വേറൊരു സാക്ഷ്യം കൂടി ഉള്ളപ്പോൾ പറയാമെന്ന് കരുതി. അതുപോലെ തന്നെ എൻ്റെ മോളെ സാക്ഷ്യം പറഞ്ഞതുപോലെ ഒരുപാട് ആക്ഷേപിച്ചു, എന്നെ ഒരുപാട് പരിഹസിച്ചു. മോളെന്താ തോറ്റിട്ടാണോ നിൽക്കുന്നത്, മോളെ പഠിപ്പിക്കുന്നില്ലേ, ഈ കൂടിയത് മാത്രമേ പഠിക്കാൻ പോകത്തുള്ളൂ, എന്തെല്ലാം ITയിലൊക്കെ എന്തെല്ലാം വിഷയങ്ങൾ പഠിക്കാനുണ്ട്. അവൾ പക്ഷേ അതിൽ തന്നെ ഉറച്ചു നിന്ന് എൻ്റെ അടുത്ത് ചോദിച്ചവരുണ്ട്. മക്കളെ പഠിപ്പിക്കാൻ കഴിവില്ലാത്ത രക്ഷകർത്താവ് മക്കളുടെ ശാപമാണെന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞവരുണ്ട്. അവരുടെയൊക്കെ മുന്നിലാണ് എൻ്റെ മാതാവ് എൻ്റെ മോളെ ഇവിടെ ഉയർത്തി നിർത്തിയിരിക്കുന്നത്. അവർക്കൊക്കെ പറയാനുള്ള സമാധാനമാണ് എൻ്റെ മോൾ ഉടമ്പടി എടുത്ത് ജപമാല റാലിക്ക് പോയപ്പോഴും ശ്വാസം കിട്ടാതെ വഴിയിൽ വീണുപോയി. അരമണിക്കൂറോളം ഒരു സ്ഥലത്ത് ഇരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞ്, രജനി വോളണ്ടിയേഴ്സിനെ വിളിച്ചിട്ട് പറ ആംബുലൻസിൽ എൻ്റെ മോളെ നടത്തണ്ട, ആംബുലൻസ് വിളിച്ച് പൊക്കോന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെയോ എൻ്റെ മോളെ മാതാവ് എത്തിച്ച്. അവൾക്ക് പിന്നീട് അങ്ങോട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. അവൾ ചിരിച്ച് കളിച്ചാണ് തിരിച്ച് വീട്ടിലെത്തിയത്. അത്രത്തോളം അനുഗ്രഹം എൻ്റെ മാതാവ് ഈശോയും എനിക്ക് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ആക്സിഡൻറ്റ് ഇപ്പോൾ സംഭവിച്ചു. എൻ്റെ മോളും കൂടെ പോയ ബൈക്ക് വേറൊരു വണ്ടിയായിട്ട് ഇടിച്ച്, ആ ഇടിച്ച വണ്ടിയിലുള്ള കൊച്ചിന് സർജറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മോള് വീട്ടിൽ പോകുമ്പോൾ അവളെ ബാഗിൽ ബൈബിള് കാണും, കാശുരൂപം കാണും, എല്ലാം കാണും. എൻ്റെ മോൻ്റെ വണ്ടിയുടെ ബാക്കിലിരുന്ന ഒന്ന് തട്ടിയാൽ തെറിച്ച് വീഴണ വണ്ടിയായിരുന്നു. പക്ഷേ വണ്ടി ഇടിച്ചിട്ട് പോലും അവൾ ഈ ബാഗ് ഇങ്ങനെ ചുറ്റി പിടിച്ചുകൊണ്ടേ ഇരുന്ന് അവർക്ക് 2 പേർക്കും ഒരു കുലുക്കം പോലും സംഭവിച്ചിട്ടില്ല. വണ്ടി മാറിയുകയോ വീഴുകയോ ഒന്നും ചെയ്തില്ല. എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വണ്ടി ആരോ പിടിച്ച് നിർത്തി അമ്മ എന്ന്. പക്ഷെ അവർ വീണ് പോയിരുന്നെങ്കിൽ ബസ് വരുന്ന റൂട്ടായിരുന്നു. അങ്ങനെ പോലും എൻ്റെ ഈശോയും മാതാവും എൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന, ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, ഇപ്പോഴും പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. അവരൊക്കെ കുടുംബങ്ങളെ മാതാവ് ഈശോയും അനുഗ്രഹിക്കട്ടെ. എത്രത്തോളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നില്ലേ. എൻ്റെ ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദിയുണ്ട്. ജീവിതത്തിൻ്റെ അവസാനം വരെ എൻ്റെ ഈശോൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ജീവിക്കാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആവശ്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കരുത്, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ആവശ്യങ്ങൾ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. അത്രത്തോളം അനുഗ്രഹം ഞങ്ങൾക്ക് തന്ന ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദിയുണ്ട്. കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പം ഇപ്പം കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ അനാഥാലയത്തിൽ കുറച്ച് അമ്മമാരുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം കൈ കൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഞാൻ അമ്മമാർക്ക് കൊടുത്ത് ഞാനും എൻ്റെ മക്കളും അവിടെ ഇരുന്നാണ് കഴിച്ചത്. മക്കൾ മാത്രമല്ല എൻ്റെ നാത്തൂനും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി കഴിച്ച് വീണ്ടും ഞങ്ങൾ അവിടെ സന്ദർശിച്ചു. അവർക്ക് വേണ്ടുന്ന നൈറ്റികളും എൻ്റെ ഫ്രണ്ടുമായിട്ട് പോയൊക്കെ വാങ്ങി കൊടുത്ത് പിന്നെയൊക്കെ ഞങ്ങൾ അവിടെ പോകാറുണ്ടായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം പത്രം ഓട്ടോ സ്റ്റാൻഡുകളിലും വീടുകളിലും കടകളിലും ഒക്കെ കൊണ്ടുപോയി പത്രം പ്രേക്ഷിതം ചെയ്യുമായിരുന്നു. എല്ലാത്തിനും എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ആദ്യമേ തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരു കോടാനുകോടി നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് സന്ധ്യ. ഞാൻ വരണത് തിരുവനന്തപുരം ജില്ലയിലെ കാരേറ്റ് എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 14/10/2023 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനത്തെ കരുതിയായിരുന്നു. ഒരു 10 വർഷമായിട്ടുള്ള മദ്യപാനമായിരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത അന്ന് തന്നെ എനിക്ക് അമ്മ മാതാവിനും ഈശോയുടെ ഒരു കാരണം കൊണ്ട് എനിക്ക് അന്ന് തന്നെ അത് മാറിക്കിട്ടി. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരു കോടാനുകോടി നന്ദി അറിയിക്കുന്നു. ഇപ്പം എൻ്റെ കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞുള്ളൊരു ജീവിതമാണ് എനിക്കും എൻ്റെ മക്കൾക്കും ഉള്ളത്. അതിന് ഞാൻ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരു കോടാനുകോടി നന്ദി പറയുന്നു. ഇനി എൻ്റെ അടുത്ത 2ാമത്തെ സാക്ഷ്യം, എനിക്ക് കോവിഡ് വന്നായിരുന്നു. കൊറോണ സമയത്ത് എനിക്ക് കോവിഡ് വന്നതിന് ശേഷമായിരുന്നു എനിക്ക്
ജലദോഷവും ശ്വാസം മുട്ടലും ഉണ്ടായിരുന്നു. അതിനായിട്ട് ഞാൻ പല ചികിത്സകളും നടത്തി. രാവിലെ എണീക്കുമ്പോൾ ഞാൻ തുമ്മലോട് കൂടിയാണ് എണീച്ചത്. എനിക്ക് ഒരു സ്ഥലത്തും പോകാനോ ഒന്നിനും എനിക്ക് കഴിയാൻ പറ്റുന്ന ഒരവസ്ഥ അല്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ എൻ്റെ രണ്ടാമത്തല്ല എൻ്റെ അവസാനത്തെ നിയോഗമായിട്ട് അത് എഴുതിയിട്ടു. എനിക്ക് അതിന് പൂർണ്ണമായിട്ട് അമ്മ മാതാവിൻ്റെ വിശുദ്ധ തൈലവും ഉപ്പും തേനും ഉപയോഗിച്ചതിൽ കൂടെ എനിക്കത് പൂർണ്ണമായി മാറിക്കിട്ടി. ഇപ്പം എനിക്ക് ഒരു സ്ഥലത്ത് പോണേനാ ഒരിക്കലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ എൻ്റെ അടുത്ത മൂന്നാമത്തെ സാക്ഷ്യം, ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റ് ഉടമ്പടി പുതുക്കി പോയതിന് ശേഷം എൻ്റെ 2 മൂക്കിലും ദശ വളരുന്നുണ്ടായിരുന്നു. അതിന് എനിക്ക് സർജറി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഞാൻ സർജറി ചെയ്യാൻ പോയില്ല. ഞാൻ അതെൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്കും വിട്ടുകൊടുത്തു. പിന്നെ അമ്മമാവിൻ്റെ വിശുദ്ധ തൈലവും തേനും ഉപ്പും ഉപയോഗിച്ച് എനിക്കപ്പോൾ അത് പൂർണ്ണമായി മാറിക്കിട്ടി. ഇപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോഴത്തേക്ക് എനിക്ക് സർജറി ചെയ്യേണ്ട, എനിക്കതിന് ഒരു കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരു കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് അമ്മ മാതാവെന്നും ഈശോയ്ക്കും എനിക്ക് ഒരുപാട് ഏത് കാര്യത്തിനും ഞാൻ വിളിച്ചാൽ എൻ്റെ കൂടെ എൻ്റെ അമ്മ മാതാവും ഈശോയും വരും. അത് ഏത് കാര്യത്തിനായിരുന്നു, പൈസയ്ക്കായിരുന്നാലും എനിക്ക് എന്തൊരു മക്കൾക്കായിരുന്നാലും ആരൊക്കെ ആയിരുന്നാലും എൻ്റെ കുടുംബത്തിനൊരു സംരക്ഷണമായിട്ട് എൻ്റെ അമ്മ മാതാവും ഈശോയും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അതുപോലെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം ഇവിടെ നിന്ന് ഞാൻ പത്രം വാങ്ങിക്കൊണ്ട് ആദ്യം എനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാൻ ആർക്കെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ പത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഞാൻ എൻ്റെ സാക്ഷ്യം ഞാൻ ഓരോരുത്തരും പറഞ്ഞാണ് ഞാൻ ഓരോരുത്തരുടെ കയ്യിലും വിശ്വാസ പ്രമാണം ചൊല്ലി തന്നെയാണ് ഞാൻ അത് ഓരോരുത്തർക്കും കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ജോലി എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് ഒരു തടി വണ്ടിയിലെ ഡ്രൈവറാണ്. കാരണം ഇപ്പം എനിക്ക് മറ്റേതാണെങ്കിൽ ഞാൻ പോയ എപ്പോഴും വിളിക്കുമത്. കാരണം വീട്ടിൽ എപ്പോഴും എത്തണം, യാഥാവസ്ഥയിലാണ് എത്തണമെന്നും എനിക്ക് പറയാൻ പറ്റൂല. ഇപ്പം എനിക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം പോയി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് എനിക്ക് ഇടയ്ക്ക് വിളിക്കേണ്ട. കാരണം ഞാൻ അത് വീട്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ അമ്മ മാതാവിന് സഞ്ചാരി മാതാവെ കൂടെ ചെന്നേക്കണേ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതെൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്കും ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികളെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, എൻ്റെ ജോലിയെന്ന് വെച്ചാൽ ഞാൻ തൊഴിലുറപ്പിനാണ് പോണത്. എൻ്റെ മോൻ 10 പഠിക്കണ്, മോൾ 5 പഠിക്കണം, ഇപ്പം 10ലാണ്. അപ്പോൾ മോൻ്റെ കാര്യത്തിനായിട്ട് ഞാൻ ഇനിയിപ്പോൾ ഇടത്തെ ഉടമ്പതി പുതുക്കുമ്പോഴത്തേക്ക് മോൻ്റെ ഇതിനായിട്ട് മോൻ വന്നിട്ടുണ്ട്. എൻ്റെ മോൾക്ക് പനി ആയതുകൊണ്ട് അവർ വെളിയിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ ചെയ്യണ കാരുണ്യ പ്രവർത്തികളെന്ന് വെച്ചാൽ എൻ്റെ മുമ്പിൽ ആരെങ്കിലും ഇപ്പം ഒരുപാട് എനിക്ക് ചെയ്യാൻ പറ്റും. എന്നാലും നമ്മളെ രണ്ടോരെ കയ്യിലും ആരെന്തൊരു കാര്യത്തിനൊന്ന് ചോദിച്ചാലും ഇപ്പം 10 രൂപ ആയിരുന്നാലും ഉള്ളത് ഇപ്പം എത്രയാവട്ടെ നമ്മളെ കയ്യിൽ ഉള്ള പൈസ കൊടുത്ത് നമ്മൾ ഒരാൾക്ക് സഹായിക്കും. അത് ഇതിന് മുമ്പേ അങ്ങനെ തന്നെ. ഇപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇത്തുകൂടെ അതിനൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം ഏത് കാര്യത്തിനായിരുന്നാലും ഞാൻ എൻ്റെ അമ്മ മാതാവിനെയും ഈശോയിനെയും ആണ് ഞാൻ ആശ്രയിക്കുന്നത്. പിന്നെ എൻ്റെ ചേച്ചിയുടെ മോൾ ഇപ്പം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പം എൻ്റെ ചേച്ചിയുടെ മോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുടുംബം മൊത്തം ഇന്ന് ഈ അൾത്താരയിലുണ്ട്. അപ്പോൾ എൻ്റെ അവൾ 2ാമത്തെ പ്രാവശ്യം ഇനിയും ഇപ്പം ഉടമ്പടി പുതുക്കണത്. പിന്നെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരു കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു.